ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്വിസ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്വിസ് റോള് നമ്മൾ കോഫി ഫ്ലേവറിലാണ് ചെയ്യുന്നത്. അതുപോലെ ഇതിന് നമുക്ക് മുട്ടയോ വിപ്പിംഗ് ക്രീമോ ഒന്നും ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുന്ന ഒരു ക്രീം വെച്ചിട്ടാണ് ഈ ഒരു റോള് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റോളാണ് കേട്ടോ. നമ്മൾ ഫ്രൈ പാനിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് മുട്ടയൊന്നും ചേർക്കാതെയാണ്. അതുകൊണ്ട് ഞാനിവിടെ ബട്ടർ മിൽക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് അധികം പുളിയില്ലാത്ത മോര് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. 3/4 കപ്പ് പാലിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക. ചെറുനാരങ്ങ നീരാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള നീര് തന്നെ എടുക്കുക കേട്ടോ. പിന്നെ പാലിന് ചെറിയൊരു ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബട്ടർ മിൽക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊരു 10 മിനിറ്റ് മാറ്റി വെക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു കോഫിയുടെ ഒരു മിക്സ്ചർ വേണം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം പാലെടുത്തിട്ടുണ്ട്. ഇതും ചൂടുള്ള പാലാണ് കേട്ടോ. അതിലേക്ക് ഒരു ടീസ്പൂൺ ഏതെങ്കിലും കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇൻസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. കോഫി പൗഡർ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോഫിയുടെ മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കോഫിയുടെ മിക്സായിട്ട് കേക്കിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പോകുന്നത് ഇതുപോലൊരു ഫ്രൈ പാനിലാണ് കേട്ടോ. അപ്പോൾ ഫ്രൈ പാനിൽ നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. നമുക്ക് പെട്ടെന്നൊക്കെ കേക്ക് വിട്ട് കിട്ടാൻ നല്ലതാണ്. ഇനി ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എണ്ണ തൂത്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഒരുപാട് എണ്ണയുടെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് ക്രിസ്പി ആയി പോവും. അതുകൊണ്ടാണ്. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കപ്പിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്ത ആ കപ്പിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളതെല്ലാം. ഇനി ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. കോഫി മാത്രം ചേർത്താലും കുഴപ്പമില്ല. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 വട്ടമെങ്കിലും നന്നായി അരിച്ചെടുക്കണം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കൊക്കോ പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കോഫിയുടെ ഫ്ലേവർ മാത്രം വന്നാലും നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ചുകൂടെ ആ ഒരു കൊക്കോ പൗഡറും കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്തത്. ഇനി നമ്മുടെ ബട്ടർ മിൽക്കൊക്കെ ഇത് അവിടെ റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പുളിയില്ലാത്ത മോരുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും ഓയിൽ ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ്. അതൊരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ വേണമെങ്കിൽ ചേർക്കാം. അപ്പം മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കോഫിയുടെ മിക്സ്ചർ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സമയത്ത് നമുക്കിതിനകത്തേക്ക് കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഇതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് മിക്സിയിൽ വേണമെങ്കിലും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് പതുക്കെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിനെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത ശേഷം ചെറുതായിട്ട് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ആവും. എന്നിട്ട് 2 വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു പാൻ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ദോശത്തട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു തട്ട് ഒരു 5 മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ നന്നായിട്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ പാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ പാൻ വെച്ച് കൊടുത്ത ശേഷം നമ്മളിത് അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റൊക്കെ ബേക്ക് ചെയ്താൽ മതി. അപ്പോൾ 10 മുതൽ ഒരു 15 മിനിറ്റ് വരെയാണ് കേട്ടോ. മീഡിയം ഫ്ലെയിം ഇടുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിൽ തന്നെ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടും. നമ്മൾ അടിയിൽ ഇതുപോലെ തവ വെച്ചിട്ടുള്ളതുകൊണ്ട് അധികം കരിഞ്ഞൊന്നും പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ പാനിൽ നിന്നങ്ങ് മാറ്റാം. പിന്നെ ഒരുപാട് ചൂടാറിനേക്ക് മുന്നേ തന്നെ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. കാരണം ഒരുപാട് ചൂടാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ റോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറൊരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുക. നിങ്ങളുടെ ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചാലും മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് ടൈറ്റായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു റോള് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ നമ്മളിതുപോലെ നന്നായി റോൾ ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ സൈഡൊക്കെ അങ്ങ് ഇതാക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഇതൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മുടെ റോളൊന്ന് സെറ്റായി കിട്ടും.
ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ക്രീം റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയുടെ ഒരളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കുറച്ച് പാൽപ്പൊടിയാണ്. അപ്പോൾ പാൽപ്പൊടി ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. പാൽപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പോളം നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1 കപ്പ് വരെ നമുക്ക് ചേർക്കാം കേട്ടോ. ചേർത്തിട്ട് ഇത് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു കട്ടകളൊക്കെ മാറ്റിയ ശേഷമാണ് നമ്മളിത് അടുപ്പത്തേക്ക് വെക്കുന്നത്. അപ്പോൾ ഇതാ കട്ടകളൊക്കെ ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്രീം നമുക്കൊരു കോഫി ഫ്ലേവറിലാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കുറുകിപ്പോവും. ആ ഒരു മൈദയൊക്കെ വെന്ത് അതിൻ്റെ ആ ഒരു പച്ചച്ചവയൊക്കെ ഒന്ന് മാറി റെഡിയായി വരുന്ന വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആ ഒരു കോഫിയുടെ ടേസ്റ്റൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ നല്ല തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ബട്ടർ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്താലും നല്ലതാണ്. ആ ഒരു ക്രീമിന് ചെറിയൊരു ടേസ്റ്റും ഒരു ഷൈനിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ബട്ടർ ചേർത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ റെഡിയായിട്ട് അപ്പോൾ നമ്മുടെ ക്രീം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മൈദയുടെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിയില്ല. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാലിൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് നമ്മുടെ ക്രീം ലൂസായി പോകരുത്. അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീം ഇതാ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ ലൂസായി പോവും. അപ്പോൾ ഇതിനിപ്പോൾ നല്ല കോഫിയുടെ ആ ഒരു ടേസ്റ്റും ചെറുതായിട്ട് ആ ഒരു കോഫിയുടെ ലൈറ്റ് ഒരു കളറും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ റോളൊക്കെ നന്നായിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മുടെ ഈ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്രീമിന് പകരം വിപ്പിംഗ് ക്രീം വേണമെങ്കിലും തേച്ച് കൊടുക്കുക കേട്ടോ. വിപ്പിംഗ് ക്രീം ഉള്ളവരാണെങ്കിൽ അത് തേച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്രീമാണെങ്കിലും നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ക്രീം ഇതുപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ നേരത്തെ പോലെ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ റോൾ ചെയ്തെടുക്കുമ്പോൾ ഇനി ബട്ടർ പേപ്പർ ഉള്ളിലേക്ക് വരാത്ത വിധത്തിൽ വേണം നമ്മൾ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇതുപോലെ റോൾ ചെയ്ത ശേഷം സൈഡൊക്കെ നന്നായിട്ട് സീൽ ചെയ്യുക. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു 1/2 മണിക്കൂറിൽ താഴെയൊക്കെ വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ റോള് സെറ്റായി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ റോള് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ. ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തുറന്ന് നോക്കാം എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് കേട്ടോ. അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിതിന് മുകളിലായിട്ട് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് മേളിൽ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു സൈഡ് പോർഷൻ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോഴേ നമുക്ക് ആ കറക്റ്റ് റോൾ ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ അതാ നമുക്ക് ആ സൈഡ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതുപോലെ ഓരോരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റാണ് ഇത് കട്ട് ചെയ്തെടുക്കാനും അതുപോലെ കഴിക്കാനും. അപ്പോൾ ഇതാ നമ്മുടെ കോഫി ടേസ്റ്റിലുള്ള സ്വിസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് ഉള്ളത്. ഉള്ളിൽ ആ ഒരു ക്രീമും നമ്മുടെ കോഫി ടേസ്റ്റിലുള്ള കേക്കും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ക്രീമും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ മെയിൽ ചെയ്ത് തരാനും മറക്കരുത്. പിന്നെ ഇനി എന്തെങ്കിലും റിക്വസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നല്ല റെസിപ്പി ആയിട്ട്. താങ്ക് യു.